എന്റെ മാമനാന്ന് പറയും. എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം എനിക്കുണ്ട്. മുതലാളിക്ക് എല്ലാവിധ ആശംസകളും. മെമ്പറിനോട് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. മാമൻ ഇങ്ങനെ കടയിൽ കിട്ടുമെന്ന് വിചാരിച്ചോ? ഇതെല്ലാം മുട്ടായി. ഇതൊന്ന് ഓരോ സൈസ് മുട്ടായികൾ, അതെല്ലാം അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാം. എന്റെ ജീവിതത്തിൽ ഇതുപോലെ എനിക്ക് സന്തോഷിക്കാൻ പറ്റിയ മെമ്പർ മുഖാന്തരം എനിക്കിങ്ങനെ സാധിച്ചു തന്നത് എനിക്ക് വളരെ വളരെ സന്തോഷമാണ്. എനിക്ക് മെമ്പറിനോട് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. അങ്ങനെ ഞങ്ങള് തമ്മിൽ കണ്ട ഈ വോട്ടിന് വന്ന നാൾ മുതൽ ചോദിച്ചു നോക്കാം. തീർച്ചയായിട്ടും അമ്മയെ പോലെ തന്നെ അന്ന് പോലെ ഒരു അനുഗ്രഹവും എല്ലാം എന്നോടാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതൊരു കാര്യത്തിലും എന്നെ ഏത് സമയത്തും എന്നെ വിളിക്കാം. പറഞ്ഞു പൊതുപ്രവർത്തകനായിട്ട് ഇല്ല, അമ്മ ഇടയ്ക്ക് തൊഴിലുറപ്പിലൊക്കെ പോവും. പിന്നെ കൂടുതൽ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി എന്നൊക്കെ ഒരുപാട് പിന്നെ പരാധീനതകളുള്ളൊരു കുടുംബമാണ്. എന്റെ മാമനാന്ന് മാമൻ ഇങ്ങനെ കടയിൽ കിട്ടുമെന്ന് വിചാരിച്ചോ? പറഞ്ഞായിരുന്നോ? ആ, ഇനിയിപ്പോ കടയൊക്കെ നോക്കോ? ആ, സന്തോഷമായോ? സന്തോഷമായോ? ആ, ചേച്ചി ഉണ്ടെന്ന്. ചേച്ചി അവിടെ ഉണ്ടല്ലയോ? ചേച്ചിയാണോ ഏൽപ്പിക്കുന്നേ? ആണോ? ചൊവ്വന എല്ലാ കാര്യമൊന്നും പറയുകയല്ല, അമ്മയെന്നും ചേച്ചിന്നും മാമന്നൊക്കെ പറയത്തുള്ളൂ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും ഒരു സഹോദരി തന്നെയാണ്. കാര്യം ഞാൻ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പം ഇവിടെ ആദ്യം വന്നപ്പോൾ എന്നോട് പറഞ്ഞു മാമനാ വോട്ടെന്നാ എന്നോട് പറഞ്ഞത്. അവിടെ എനിക്ക് അതിപ്പോ ഞാൻ അന്നേരം ഇത് വാങ്ങിച്ചു കുത്താൻ തുടങ്ങിയപ്പം എൻ്റെ ഇന്ന് പിടിച്ചു പറിച്ചു. അപ്പൊ ആ ലിസ്റ്റ് തന്ന സാറുമാരെല്ലാം ഇങ്ങനെ നോക്കി. ആദ്യം ചെന്നപ്പം പറഞ്ഞു വോട്ട് തരാൻ ഒക്കത്തെ. ഞാൻ ആധാർ എടുത്തു കൊടുത്തു. ഞാൻ പറഞ്ഞു ഇനി ഒക്കുമോ സാറേന്ന് ചോദിച്ചു. ആ ഒക്കും കയറിപ്പാൻ പറഞ്ഞു. അത് ഇങ്ങനെ അവളോട് ഞാൻ പറഞ്ഞ ഇന്ന ചിഹ്നത്തിൽ കുത്തണമെന്ന്. അവളാത്തി തന്നെ കുത്തി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു. അതോട് പറഞ്ഞു മാമനെ ചെയ്യത്തുള്ളൂ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്നേഹത്തോട് മാമാന്ന് വിളിച്ചാലും എനിക്കത് വളരെ സന്തോഷമാണ്. കാരണം എനിക്ക് ഇപ്പം ഒരു നമ്മുടെ അറിയാം ഇങ്ങനെ ഒരു പിന്നെ വൈകല്യമുള്ള ആളുകളുടെയൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാവുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരാൾക്ക് ഞാൻ ആഗ്രഹിച്ചതാണ്, എന്നെ ആഗ്രഹിച്ചു. ചെയ്യാൻ അല്പം വൈകിപ്പോയെന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇവരെയൊക്കെയാണ് ചേർത്ത് പിടിക്കേണ്ടത്. കാര്യം ഇവർക്ക് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു സംരംഭം നമ്മൾ ചെയ്തു കൊടുക്കുമ്പം അതിനെ ഞാനത് അത് സൂക്ഷിച്ചു. അപ്പം പിന്നെ ഞാൻ പറഞ്ഞു സരിതയ്ക്ക് ഇത് നോക്കാൻ പറ്റത്തില്ല. അപ്പം അമ്മയെയും അതുപോലെ തന്നെ സരിതയുടെ സഹോദരിയോടും ഞാൻ പറഞ്ഞു ഇത് നല്ല രീതിയിൽ നോക്കണം എന്ന് പറഞ്ഞു. അപ്പം ആ രീതിയിൽ അവരെയും കൂടാണ് ഞാൻ ഈ കട ഏൽപ്പിക്കുന്നത്. ഇനി അവരുടെ ഉത്തരവാദിത്തത്തിലേക്ക് അവർക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ എല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് തന്നെ ഞാൻ തന്നെ വന്നതെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കി വില വിവര കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ആ പൈസ ഇതിന് കിട്ടുന്ന തുക സരിതയ്ക്ക് മാത്രമാണ് എന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സരിതയുടെ ആവശ്യങ്ങൾക്ക് ഇത് ഇനി ബാക്കി വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് സാധനങ്ങൾ വാങ്ങിച്ചു വെക്കണം. ആ രീതിയിൽ ഇന്ന് തന്നെ നല്ല കച്ചവടം നടത്തിയില്ലേ? നല്ല കച്ചവടം നടന്നില്ലേ? നല്ല കച്ചവടം നടന്നു. ആ രീതിയിൽ ഇനി ഈ രീതിയിൽ ഈ കുടുംബത്തെ ഇനി ഞാനൊരു പൊതുപ്രവർത്തകനായിട്ട് തന്നെ ഈ നാട്ടിലുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ ജനപ്രതിനിധി അല്ല എങ്കിൽ പോലും ഒരു പൊതുപ്രവർത്തകനായിട്ട് ഈ നാട്ടിലുണ്ടാവും. ഏതൊരു സമയത്ത് ഏതൊരു കാര്യത്തിനും എല്ലാവരോടും ഒപ്പം തന്നെ എനിക്ക് നിൽക്കും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അതിന് എനിക്ക് ഇവിടെ നേരത്തെ ഈ ഒരു ചടങ്ങ് എനിക്ക് ഉദ്ഘാടനം ചെയ്ത് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KV തോമസ് സാറാണ്. അപ്പം സാറിനെയൊക്കെ എൻ്റെ ഒരു ഗുരുനാഥൻ കൂടിയാണ്. അപ്പോൾ സാറിനെ മുൻനിർത്തിക്കൊണ്ട് ഈ കാര്യം ചെയ്തപ്പം സാറിനോടൊപ്പം തന്നെ ഒരുപാട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെന്നിവിടെ കടന്നു വന്നു. അവരോടൊക്കെ ചേർന്നുകൊണ്ട് തുടർന്നുള്ള നാളുകളിലും ഇവരെ പോലുള്ള ഒരുപാട് പേര് ഇനിയുണ്ട്. അവരെയൊക്കെ സഹായിക്കാൻ തന്നെ ഞാൻ ഇനിയും ഈ വാർഡിൽ തന്നെ വേറൊരാളുടെ കാര്യവും മനസ്സിൽ കണ്ടിട്ടുണ്ട്. അയാൾക്കും ഞാൻ ഇതിനു വേണ്ടി ഇതേപോലൊരു കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ഞാൻ ചെയ്യും. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സരിതയ്ക്ക് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് സരിത ഇത് ഏൽപ്പിക്കുക കേട്ടോ. സാധനങ്ങൾ എന്തൊക്കെയാണെന്നറിയാം? ഇതെല്ലാം മുട്ടായി. ഇതൊന്ന് ഓരോ സൈസ് മുട്ടായികൾ, അതെല്ലാം അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാം കേട്ടോ. ചേച്ചിക്കും പറഞ്ഞു കൊടുക്കാം. ഇതിനകത്തെല്ലാം വിലയുണ്ട് കേട്ടോ. ഇതിന് വില കിടപ്പുണ്ട്. ഈ വില നോക്കി അതൊക്കെ കൊടുക്കണം. ഇതിനകത്തെല്ലാം വിലയുണ്ട് സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ബാക്കി സോപ്പിനകത്തും എണ്ണയ്ക്കകത്ത് എല്ലാത്തിനകത്തും വില ഉണ്ട് കേട്ടോ. അതെല്ലാം കൃത്യമായി നോക്കി കൊടുക്കണം. ഇനി മുതലാളിയാ കേട്ടോ. കടയുടെ മുതലാളിയാക്കി. മുതലാളിക്ക് എല്ലാവിധ ആശംസകളും.